ഒരു കൊച്ചന് അപ്പനോട് ചോദിച്ചെന്ന് അപ്പ ഞാൻ എന്നാണ് അപ്പനാകുന്നത്. അപ്പൻ അങ്ങ് ദേഷ്യം കയറി, മുട്ടയെന്ന് വിരിയാത്ത നിനക്ക് എന്തിനാണ് അപ്പനാകുന്നത്? അപ്പൻ ചോദിച്ചപ്പം പറഞ്ഞു അപ്പൻ ഇച്ചിരി കുടിക്കും എന്നും വന്നിട്ട് സിറ്റ് ഔട്ടി ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവനോട് ചോദിക്കും പ്രാർത്ഥിച്ചോടാ, ഇല്ല പ്രാർത്ഥിക്കടാ, പ്രാർത്ഥിച്ചു, പാട്ട് പാടണം, പാട്ട് പാടി, വേദോസം വായിച്ചു, കഴിഞ്ഞു എന്നാൽ പോയി കഴിച്ചിട്ട് കിടന്നോളാൻ പറഞ്ഞു. അപ്പം കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അവന് പിടികിട്ടി അപ്പനായ പ്രാർത്ഥിക്കേണ്ട, അപ്പനായ പ്രാർത്ഥിപ്പിച്ചാൽ മതി. അതുകൊണ്ടാണ് അവൻ ചോദിച്ചത് അപ്പ ഞാൻ എന്നാണ് അപ്പനാകുന്നതെന്ന് ചോദിച്ചത്. അപ്പം അപ്പനാകുന്നത് ഒരു വിളിയാണ്. എന്തിനുള്ള വിളി? മക്കൾക്ക് ദൈവത്തെ കൊടുക്കാനുള്ള വിളിയാണ് അപ്പൻ. ഇവര് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രിയമുള്ളവരെ ഒരു കാര്യം ഞാൻ കറക്റ്റായിട്ട് പറയാം, കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ അവർക്കൊരു കാര്യം പിടികിട്ടും. എന്തെങ്കിലും ജീവിതത്തിൻ്റെ ആ നിർണായക നിമിഷങ്ങളിൽ ഈ പ്രാർത്ഥന സഹായിക്കുന്നതാണ് എന്നുള്ള അറിവ് കിട്ടുന്നത് പ്രാർത്ഥിപ്പിച്ച് മാത്രമല്ല, അവരെ കാണുമ്പോൾ അവരുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കൈമാറുന്ന, നമ്മൾ ഒരു ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഒരു അറിവ്. എന്താ കുഞ്ഞെ, ജീവിതത്തിൻ്റെ ഏറ്റവും പ്രതിസന്ധികളിൽ ഒരു വലിയ പിടിവള്ളിയുണ്ട്, ഇത് പ്രാർത്ഥന എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പം ഇതെന്താണ്? ദൈവത്തെ കൊടുക്കാനുള്ള ഒരു വേദി, രക്ഷയുടെ ഒരു അറിവ്. രക്ഷകനായ ദൈവം രക്ഷയുടെ പദ്ധതിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഏറ്റവും വലിയൊരു പേടകമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പം കുടുംബം സൃഷ്ടിയുടെ ഒരു വിളി, കുടുംബം രക്ഷയുടെ